സെവൻത് ഡേ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഒരു പ്രശസ്തമായ ഡയലോഗുണ്ട്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഡു യു സീ ദ ആണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കിഡ്ലൻ ഡയലോഗുണ്ട്. അതുപോലെ ഞാൻ ചോദിക്കുകയാണ്, ശൈത്യ, അനു, ബിന്നി, ഇവർ 3 പേരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഇപ്പോൾ ഈ റീ എൻട്രി സമയത്ത് ശൈത്യ വന്നിട്ട് അവളെ കട്ടപ്പ എന്ന് അനു വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നിരന്തര സൈബർ അറ്റാക്ക് അവൾ നേരിടുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കുറ്റവും അനുവിൻ്റെ തലയിൽ ഇടാൻ ശ്രമിച്ചു. അതേസമയം ശൈത്യം നേരിടുന്ന അതേ പ്രശ്നം നേരിടുന്ന ഒരു വ്യക്തിയാണ് ബിന്നി. ബിന്നിയെ വിളിക്കുന്ന പേര് കുത്തിത്തിരിപ്പ് എന്നാണ് മാത്രം. അപ്പോൾ അക്ബറാണ് ഇതിൻ്റെ ഒരു ആളെന്ന് പറയുന്നത്. ഏതാ? ബിന്നിയെ കുത്തിത്തിരിപ്പിൻ്റെ രാജകുമാരി എന്ന പാരടിപ്പാട്ട് പാടി കുത്തിത്തിരിപ്പ് എന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിലിട്ട് മുദ്ര കുത്തിയ വ്യക്തി അക്ബറാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇന്നലെ റീ എൻട്രി സമയത്തും ബിന്നി വന്നപ്പോൾ തന്നെ ഈ പാട്ടങ്ങ് പാടി. അതോടെ ബിന്നി കരച്ചിലായി. അപ്പം തമാശക്ക് പാടി, പക്ഷേ കരച്ചിലായി. നമുക്ക് എന്താ പറയുക, പാടുന്നവർക്ക് തമാശയായിരിക്കും, കൊള്ളുന്നവർക്കായിരിക്കും അത് ഫീൽ ഉണ്ടാവുക, അല്ലേ? അപ്പം നിങ്ങൾ ഓർക്കണം, ഇതേ അവസ്ഥയാണ് അനു നിരന്തരം ഇപ്പം കഴിഞ്ഞ ദിവസവും കൂടെ നാടകറാണി എന്ന് പറഞ്ഞാൽ അനുഭവിച്ചതെന്ന് ഓർക്കണേ ഈ സമയത്ത്. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ കുത്തിത്തിരിപ്പെന്ന് വിളിച്ചപ്പോൾ തന്നെ ബിന്നി പറയുന്നുണ്ട്, ഇവിടെ നിന്നപ്പോൾ ഞാൻ എൻജോയ് ചെയ്തു, കുറച്ചൊക്കെ എൻജോയ് ചെയ്തായിരുന്നു, പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ഇതൊക്കെ കമൻസൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മളെ ജനങ്ങൾ അങ്ങനെയാണ് കാണുന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര വേദന ഉണ്ടായി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശൈത്യ ഈ കട്ടപ്പാന്ന് അനു വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രാമ കാണിച്ച് നിങ്ങൾ കണ്ടല്ലോ. അതേ സമയത്ത് ബിന്നി എന്താ പറഞ്ഞതെന്നറിയാവോ? എനിക്ക് വിഷമമുണ്ട്, അക്ബർ എന്നെ ഇങ്ങനെ പാട്ട് എഴുതി വിളിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ അക്ബർ ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, 7 പേരിൽ ഒരാളാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ അക്ബറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം അറിയോ? ഇതേ ബിന്നി പക്ഷേ അനുവിനെ കുറിച്ച് പലതും പറയുന്നുണ്ട്. ഇതേ 7 കണ്ടസ്റ്റൻസിൽ ഒരാളായ അനുവിനെ കുറിച്ച് ഈ പറഞ്ഞ ബിന്നി കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അക്ബറിനെ കുറിച്ച് പറയുന്നില്ല. അതിനകത്ത് രണ്ടിനകത്തും അക്ബർ ഗ്യാങ്ങിലുണ്ടായിരുന്ന വ്യക്തിയാണ് ബിന്നി. ആ ബിന്നിയെ കുറിച്ച് അക്ബറിന് നല്ലപോലെ അറിഞ്ഞിട്ട് പറഞ്ഞ ഒരു പാട്ടാണ്. അതായത് ശൈത്യ പറയുന്നത്, ബാക്കി ആര് കട്ടപ്പാന്ന് വിളിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നീ കട്ടപ്പാന്ന് വിളിച്ചു. അതേപോലെ തന്നെയാണ് അക്ബറിൻ്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന വ്യക്തിയാണ് ബിന്നി. അതേ ബിന്നിയെ കുറിച്ചാണ് അക്ബർ ഈ കുത്തിത്തിരിപ്പ് എന്നുള്ള പാട്ടുണ്ടാക്കിയത്. അപ്പോൾ അത്രയും മനസ്സിലാക്കിയെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ അക്ബറിനെ കുറിച്ച് ഒരു നെഗറ്റീവും പറയില്ല, പക്ഷേ അനുവിനെ കുറിച്ച് നെഗറ്റീവ് പറയാം. ശരിക്കും ഈ ബിന്നിക്ക് അനുവായിട്ട് എന്താണ് ഇഷ്യൂ? ശരിക്കും ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അനുവല്ലേ ബിന്നിക്കെതിരെ തിരിയേണ്ടത്? റീ എൻട്രി വരുമ്പോഴും, റീ എൻട്രി അല്ല പുറത്തിറങ്ങിയാൽ വരാം. കാരണം എന്ന് വെച്ചാൽ ഈ 16 ലക്ഷത്തിൻ്റെ PR കണക്ക് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലോട്ട് അനുമോളെ ഇട്ട് കൊടുത്തതാരാ? ബിന്നിയല്ലേ. PR എല്ലാവർക്കും ഉണ്ടെന്ന് അറിഞ്ഞു, പക്ഷേ ഈ 16 ലക്ഷം എന്നുള്ള എമൗണ്ട് ആയിരുന്നു വിഷയം. ഇപ്പോഴും വിഷയം അത് തന്നെ. അപ്പോൾ ഈ 16 ലക്ഷം എന്നുള്ള എമൗണ്ട് പറഞ്ഞതാരാ? ബിന്നി ഒരാൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കട്ടപ്പ വിഷയം, കുത്തിത്തിരിപ്പ് വിഷയം പോലെ തന്നെ ഒരു വിഷയം തന്നെയില്ലേ ഈ 16 ലക്ഷത്തിൻ്റെ PR എന്ന് പറഞ്ഞിട്ട് ഒരാളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത്? അനുമോളെയും വീട്ടുകാരെയും നിരന്തരം ഇപ്പോൾ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് ഈ 16 ലക്ഷത്തിന് കണക്ക് പറഞ്ഞല്ലേ. അപ്പോൾ അത് ചെയ്തതാരാ? ബിന്നി. പക്ഷേ ബിന്നിക്ക് അനുമോളോടാണ് ദേഷ്യം, വൈരാഗ്യം, അസൂയ എല്ലാം. ശരിക്കും തിരിച്ചല്ലേ ഉണ്ടാകേണ്ടത്? അപ്പോൾ ഇത് 3 ഒരുപോലെ തന്നെ തോന്നും. ഒരാൾ കട്ടപ്പ, ഒരാൾ കുത്തിത്തിരിപ്പ്, ഒരാൾ 16 ലക്ഷത്തിൻ്റെ PR. അപ്പോൾ ഈ ആദ്യത്തെ 2 പേർക്കും അനുവിൻ്റെ അടുത്ത് കുഴപ്പം. അക്ബർ നെഗറ്റീവ് ആകാതിരിക്കാൻ വേണ്ടി ബിന്നി മിണ്ടാതിരിക്കുന്നു, അതേസമയം തന്നെ അനുവിനെ നെഗറ്റീവ് ആക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം സുഹൃത്തായ ശൈത്യ ഓവർ ഡ്രാമ കളിച്ചിട്ട് അനുവിനെ ഡിഗ്രേഡ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?